ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ ക്രേസി കപ്പിൾ വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഒരു യൂസ്ഫുൾ വീഡിയോ ആണ്. കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അല്ലാതെ നേരിട്ട് ചോദിക്കുന്നവരുണ്ട്. വർക്ക് ചെയ്യുന്ന, അതായത് ഇന്റേൺഷിപ്പ് തുടങ്ങിയവർക്ക് ചേച്ചി കുഞ്ഞിന് ഫീഡിങ് ടൈം ആയിരുന്നല്ലോ, അപ്പോൾ എങ്ങനെയാണ് കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്നതും അതിനെ പറ്റിയുള്ള കുഞ്ഞിന് കോംപ്ലിമെന്ററി ഫുഡ്സ് കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 months വരെ കുട്ടിക്ക് എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് നല്ലത്. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. വേറെ ഒരു ഫുഡ് നമ്മൾ കൊടുക്കാറില്ല. 6 monthsന് ശേഷം നമ്മൾ കോംപ്ലിമെന്ററി ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾക്ക് കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്ക് ന്യൂട്രീഷ്യൻസ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമ്മൾ ഒന്ന് ആലോചിക്കും, അയ്യോ കുട്ടിക്ക് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കുട്ടിക്ക് ഫീഡ് ചെയ്യാന്നൊക്കെ. പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് അതിനെപ്പറ്റിയൊന്നും വറീഡ് ആവേണ്ട കാര്യമില്ല. ഇപ്പോഴും ബ്രസ്റ്റ് പമ്പിങ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ മിക്ക പെൺകുട്ടികളും വർക്ക് ചെയ്യുന്നവരാണ്, ചില സ്റ്റുഡൻസ് ആണ്, അപ്പോൾ കല്യാണം കഴിഞ്ഞ് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കാണെങ്കിലും കുഞ്ഞുള്ള സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ്ങും എല്ലാം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണല്ലേ. പക്ഷെ ഇപ്പം നമ്മൾക്ക് അറിയാം ബ്രസ്റ്റ് പമ്പിങ്ങിനെ കുറിച്ച്. മാനുവൽ ബ്രസ്റ്റ് പമ്പ് അവൈലബിൾ ആണ്, അതുപോലെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ് അവൈലബിൾ ആണ്. ഞാൻ ഇന്റേൺഷിപ്പിന് കയറിയ ടൈമിൽ കുട്ടിക്ക് ഏകദേശം 1 വയസ്സാവാറായിരുന്നു. അവൾ കോംപ്ലിമെന്ററി ഫുഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നാലും നമ്മൾക്കൊരു ഇതുണ്ടാവില്ലേ, ബ്രസ്റ്റ് മിൽക്ക് അത്രയും ന്യൂട്രീഷ്യൻസ് ആണെന്ന് അറിയാം. അപ്പോൾ ഒരുപാട് കുട്ടിക്ക് അത് കൊടുക്കാതിരിക്കാനും പറ്റില്ല, നമ്മൾക്ക് അൺകംഫർട്ടബിൾ ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ലവ് ലാപ്പിന്റെ ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് ഇലക്ട്രിക് ബ്രസ്റ്റ് പമ്പിൻ്റെ ഒരു ഓവർവ്യൂ. ഇത് വരുന്നത് ഒരു LCD ടച്ച് ഡിസ്പ്ലേ ആയിട്ടാണ്. ഇതിൽ ഡ്യുവൽ മോഡ് അവൈലബിൾ ആണ്. ഡ്യുവൽ മോഡ് എന്ന് പറയുമ്പോഴത്തേക്കും സക്ഷൻ ആൻഡ് സ്റ്റിമുലേഷൻ മോഡാണ് കേട്ടോ. പിന്നെ മിൽക്ക് സ്റ്റിമുലേഷൻ ലെവൽസ് എന്ന് പറയുമ്പോൾ ഒരു 9 ലെവൽസ് അവൈലബിൾ ആണ്. അത് നമ്മൾക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് കളക്ട് ചെയ്യാനായിട്ട് കൂടെ ഒരു ഫീഡിംഗ് ബോട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്തെടുക്കുന്ന മിൽക്കൊക്കെ ഇതിലോട്ടാണ് പോകുന്നത്. അതിനൊരു കപ്പ് വരുന്നുണ്ട്. അത് നല്ല സോഫ്റ്റ് സിലിക്കൺ ആണ്. അത് നമ്മൾക്ക് ഏത് ബ്രസ്റ്റ് സൈസ് ആണെങ്കിലും അത് സ്യൂട്ടബിൾ ആവുന്നതാണ്. ലെവൽ 9ലാണ് ഞാനിപ്പോൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഒരു ഫ്ലിപ്പ് ആവുന്നുണ്ടോ വാക്യൂം. അത് ആ സക്ഷൻ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ഇത് കാണിക്കുവാണ് കേട്ടോ. പിന്നെ ഒരു അഡാപ്റ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊരു USB കേബിളാണ്. നമ്മൾക്ക് ഇപ്പോൾ അല്ലാതെ തന്നെ ലാപ്ടോപ്പിലോ കാറിലോ ഒക്കെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. ട്രാവൽ ചെയ്യുമ്പോഴും വളരെ ഹാൻഡി ആയിട്ടുള്ളൊരു സംഭവമാണിത്. ഇത് വരുന്നത് ഒരു BPA ഫ്രീ ബോട്ടിലാണ് കേട്ടോ ഇവരുടേത്. അതിൻ്റെ കൂടെ തന്നെ അവർ TT പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ഭയങ്കര സോഫ്റ്റ് സിലിക്കൺ ആണ് കേട്ടോ, നല്ല കംഫർട്ടബിൾ ആണ് കുട്ടികൾക്ക്. അതുപോലെ സ്പൈറൽ ഗ്രൂവ് ഉണ്ട് അകത്ത്, ആൻറ്റി കോളിക് ആണ്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ചില ആൾക്കാർക്കൊക്കെ നിപ്പ് ക്രാക്കുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ചിലർക്ക് ആദ്യം തന്നെ കുഞ്ഞിന് കൊടുക്കാൻ പാല് കിട്ടാറില്ല. അപ്പോൾ നമ്മൾ നമ്മൾ മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് കോൾഡ് കംപ്രസ്, ഹോട്ട് കംപ്രസ്, അങ്ങനെ പെയിൻ റിലീഫിന് വേണ്ടിയിട്ടും പിന്നെ ബ്രസ്റ്റ് മിൽക്ക് സ്റ്റിമുലേഷന് വേണ്ടിയിട്ടും. അപ്പോൾ ലവ് ലാപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് കേട്ടോ. ഒരു ബ്രസ്റ്റ് പാഡ് പോലെ. ഇത് നമ്മൾക്ക് കോൾഡ് കംപ്രസിന് യൂസ് ചെയ്യാം, ഹോട്ട് കംപ്രസിന് യൂസ് ചെയ്യാം. നമ്മൾക്ക് പെയിൻ സമയത്ത് കോൾഡ് കംപ്രസിന് വേണ്ടി യൂസ് ചെയ്യാം. അതായത് നമ്മൾക്കിതൊരു ഒരു കുറച്ച് നേരം വെള്ളത്തിൽ, കോൾഡ് വാട്ടറിൽ മുക്കിയതിന് ശേഷം നമ്മൾക്ക് അവിടെ ഒരു ഇത് വെച്ച് കൊടുക്കാം, ബ്രസ്റ്റ് പാഡ്. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് ഹോട്ട് കംപ്രസ് ആണ്. നമുക്കറിയാം കുട്ടിയെ ഫീഡ് ചെയ്യുന്നതിന് മുന്നേ ചെറിയൊരു ചെറു ചൂടുവെള്ളത്തിൽ നമ്മൾ ടവലൊക്കെ മുക്കിയിട്ടൊന്ന് ബ്രസ്റ്റിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് മിൽക്ക് സ്റ്റിമുലേഷന് വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഈ ബ്രസ്റ്റ് പാഡ് യൂസ് ചെയ്യാം. ഇത് ലവ് ലാപ്പ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രസ്റ്റ് മിൽക്ക് സ്റ്റോറേജ് ബാഗ് ആണ്. നമ്മൾ ഇപ്പോൾ എക്സ്പ്രസ് ചെയ്ത് എടുത്ത മിൽക്കില്ല, അത് നമ്മൾക്ക് വേണമെങ്കിൽ ഇതിൽ സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്യാം. ഇതൊരു പ്രീ സ്റ്റെറിലൈസ്ഡ് സ്റ്റോറേജ് ബാഗ് ആണ്. ഡ്യുവൽ ലെയർ ആണ് വരുന്നത്. അതുപോലെ 2 സീലിംഗ് ഉണ്ട് ഇതിൽ. ഇത് കഴിയുമ്പോഴത്തേക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും, നമ്മൾ ഈ കളക്ട് ചെയ്ത ബ്രസ്റ്റ് മിൽക്ക് എത്ര നാളിരിക്കുമെന്നല്ലേ. ഏകദേശം 26 ഡിഗ്രിയിൽ താഴെയാണ് ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചർ കേട്ടോ. ടെമ്പറേച്ചർ എങ്കിൽ നമ്മൾക്ക് ബ്രസ്റ്റ് മിൽക്ക് ഒരു 3 to 4 hours ഒരു കേടും പറ്റാതിരിക്കും. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്യുക, കുട്ടിക്ക് നമ്മൾ ആ ഒരു ഫീഡിംഗ് ബോട്ടിൽ തന്നെ കൊടുക്കുവാണെങ്കിൽ പിന്നീട് അത് നമ്മൾ റീയൂസ് ചെയ്യരുത്. കാരണം അത് കുട്ടിയുടെ ആ ബോട്ടിൽ ഏകദേശം കുട്ടിയുടെ തുപ്പലൊക്കെ ആയിട്ട് അത് ഏകദേശം കേടായിട്ടുണ്ടാവണം.
പക്ഷെ അത് പിന്നെ തിരിച്ചു കൊടുക്കാൻ പാടില്ല കേട്ടോ. അതുപോലെ ഇപ്പൊ നമ്മൾ ഈ എടുത്ത് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് അതുപോലെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാം. അത് ഏകദേശം ഒരു 3 ദിവസം തൊട്ട് 4 ദിവസം വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും റെഫ്രിജറേറ്ററിലാണെങ്കിൽ. അതുപോലെ ബ്രസ്റ്റ് മിൽക്ക് ഫ്രീസ് ചെയ്ത് വേണമെങ്കിൽ നമ്മൾക്ക് യൂസ് ചെയ്യാം. അത് ഏകദേശം 3 മാസം വരെ നമ്മൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ ബ്രസ്റ്റ് മിൽക്ക് ഒരുപാടുള്ളവർ കളക്ട് ചെയ്ത് ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ വീഡിയോ മിക്ക വർക്കിംഗ് വുമൺസിനും സ്റ്റുഡൻസ് ആയിട്ടുള്ള മദേഴ്സിനും ഒക്കെ ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യും, അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ റിപ്ലൈ തരുന്നു. അത് മാത്രമല്ല, നിങ്ങൾക്കറിയാവുന്ന വർക്കിംഗ് വുമൺസിനും സ്റ്റുഡൻ്റ് ആയിട്ടുള്ള അമ്മമാർക്കും ഒക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.